സർപ്രൈസ് സർപ്രൈസ്. ചക്കരയാണ് ചെയ്തിരിക്കുന്നത്, ഞാനല്ല. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഉച്ചക്ക് അറിയണത് ഇവിടെ അങ്ങനെ പോണെന്ന് പറഞ്ഞേ. ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ്. അങ്ങനെ ഗേസ്, ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ പറഞ്ഞാൽ ഒരു 2 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം ആയതാണ്. അപ്പം ഞങ്ങളിത് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ പറഞ്ഞ ഇതിലിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ആഘോഷിക്കുന്ന ഒരാൾ ബാക്കിൽ കാറിൽ വരുന്നുണ്ട്. അപ്പോൾ മൂപ്പർക്ക് അറിയാതെ സർപ്രൈസ് ആയിട്ടാണ് ഞാനിത് കൊടുക്കാൻ പോണത് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട്, മൂപ്പർക്ക് ചെക്കനെ മനസ്സിലായോന്ന് ഡൗട്ട് ഇല്ല, എന്താ അറിയില്ല. അല്ല, അതിന്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത പറഞ്ഞ് നമുക്ക് കേക്ക് വാങ്ങിയാലോ. ഇപ്പൊ വാങ്ങണ്ട, വൈകുന്നേരത്ത് മുറിക്കാം നമുക്ക് പറഞ്ഞു. എന്നിട്ട് അപ്പൊ പറഞ്ഞ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, പോയി വരുന്ന വഴിക്ക് കേക്ക് വാങ്ങിയിട്ടും വരാം, അവൻ്റെ കൂടെ പോവാം നമുക്ക് പറഞ്ഞു. അപ്പൊ ഞങ്ങള് പറഞ്ഞിരിക്കണത് എന്താ വെച്ചാ, ഞാൻ കാക്കുവിനോട് പറഞ്ഞിരിക്കണത് ന്യൂഫലിന്റെ പ്രൊമോഷൻ ഉണ്ട്, എന്തോ ഇവന്റ് പ്രൊമോഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അതാണെന്നാണ് ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കണത്. വേറെ ആർക്കും അറിയില്ല, കാക്കുവിന്റെ അമ്മക്ക് അറിയാം, വേറെ അവിടെ ആർക്കും അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ കാറിലുള്ളവർക്കും അറിയാം, അതിനെ അറിയുള്ളൂ. അല്ല പറയേ, ഇങ്ങനെ എന്താന്ന് അറിയോ, ഒരു തൊര ഇങ്ങനെ കേറുമ്പാക്ക് ഇങ്ങനെ എന്തായാലും അതിന്റെ ഒരു ക്ലൂ കൊടുക്കൂ. ഇപ്പൊ കണ്ടല്ലോ പറഞ്ഞില്ലേ, നിങ്ങളുടെ കൊല്ലം തകത്തിലല്ലേ. അതാണ് നിങ്ങളോട് പറയാൻ പറ്റൂല, ലാസ്റ്റ് നിമിഷത്തിൽ ഞങ്ങളോട് അറിയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ടാണ് അവിടെ, അവള് ക്രാഫ്റ്റിന്റെ വർക്ക് അങ്ങനത്തെ പരിപാടി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഓൾ അവിടെ പോയിട്ട് ചെയ്ത് സെറ്റാക്കാന്ന് പറഞ്ഞേക്കണേ. പിന്നെ അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം. മൂപ്പര് സർപ്രൈസ് ആവോ ഇല്ലേന്നൊക്കെ നമുക്കറിയാം. അത് ഞാൻ പിന്നൊക്കെ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അന്നൊക്കെ 3 മാസമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റിയിരുന്നില്ലല്ലോ. അപ്പൊ നമ്മള് കേക്ക് വാങ്ങിയിട്ട് വെറുതെ സെലിബ്രേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അതുണ്ടാവൂലായിരിക്കും, ഇനിയിപ്പോ തോന്നിയ സർപ്രൈസ് എന്താ അറിയില്ല. മൂപ്പരെ മുഖമൊക്കെ കണ്ടിട്ട് എന്തോ മനസ്സിലായിരുന്നു. അങ്ങനെ നിങ്ങള് ലാസ്റ്റ്ക്ക് തോന്നി, നിങ്ങള് 2 ആളും അവിടെ സോഫ ഇരിക്കുമ്പോ നിങ്ങൾ എന്തേലും പറയൂന്ന്. നിങ്ങൾ അവിടുന്ന് നീപ്പിച്ചണം വിചാരിച്ചാണ്. അപ്പൊ അത് ഞങ്ങളുടെ എന്തെങ്കിലും തിരിഞ്ഞി, അല്ലെങ്കിൽ നിങ്ങള് പറയേ. അങ്ങനെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം സർപ്രൈസ് ആവുന്നുള്ളത്. അവിടെയാണ് ആ സെറ്റ് ചെയ്യലുണ്ടോ, അവിടെയാണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞാണ് ഒരുവിധം, അവിടെ റെഡിയാക്കുന്നുണ്ട്. ഇനി കാക്കു വരുന്നു, കാക്കു കൂടി വന്നിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. സർപ്രൈസ് സർപ്രൈസ്. പറഞ്ഞില്ലെങ്കിൽ അവൻ കൂട്ടുകാരനെ വിളിച്ച് അവന്റെ അടുത്തോട്ട് പോണെന്ന് പറഞ്ഞു. പ്രൊമോഷൻ വീഡിയോ എടുക്കുക, ഞങ്ങള് പാർക്ക് ചക്കരയാണ് ചെയ്തിരിക്കുന്നത്, ഞാനല്ല. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഉച്ചക്ക് അറിയണത് ഇവിടെ അങ്ങനെ പോണെന്ന് പറഞ്ഞേ.
ഭാഗ്യായി. ഇവളിപ്പോ ഞാൻ വന്ന് gift കൊടുത്തിട്ട് ഇവള് ചെറിയതേ ഇത്. ഇവളെ കണ്ട കാക്കുനെ അറിയുന്നൊക്കെ അറിയാം. ഇതെന്താ ഓളെ എന്നാ കേക്ക് മുറിച്ചോളി. ഓൾക്ക് പോവാൻ നേരം വേണ്ടിട്ടുണ്ടാവും. കേക്ക് കട്ട് ചെയ്തോ. പേരെന്തരടി? പേരുകളറിയാം, ആൾക്കാരെ തിരിച്ചറിയാം. മക്കളെ ഏതായാലും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് പരിപാടിയായി പോയി കേട്ടോ. കാരണം പ്രൊമോഷൻ ഒന്നും ഇല്ല. ഞാനിപ്പോൾ നഫലിനോട് ചോദിച്ചാൽ പറഞ്ഞു പ്രൊമോഷൻ സംഭവങ്ങളൊന്നുമില്ല, വെറുതെ എന്നെ പറഞ്ഞ് പറ്റിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്, എന്തെങ്കിലും പറഞ്ഞാലല്ലേ ഞാൻ വരുള്ളൂ. അപ്പോൾ ഞങ്ങളോട് വന്നിട്ട് നെസ്റ്റോൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ കയറി നിന്നിട്ടും പ്രൊമോഷന് എവിടെയാണെന്ന് വിചാരിച്ചിട്ട് നിന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെയല്ല, കുറച്ചുകൂടെ മുന്നോട്ട് വരണം, നിങ്ങൾ ട്രെൻഡ്സിൻ്റെ ഭാഗത്താണ് വരേണ്ടത് പറഞ്ഞു. അതിലിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ ഒരു ഷോപ്പ് കണ്ടു, ഈ ഒരു കേക്കിൻ്റെ ഷോപ്പ് ഉണ്ട്. അപ്പോഴും എൻ്റെ വിചാരം വെച്ച് കഴിഞ്ഞാൽ ഉമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ടെന്ന്. പിന്നെ ചക്കൻ്റെ അമ്മ പറഞ്ഞു എന്നോട് പിന്നെന്താണ് കേക്ക് മേടിക്കണ്ടേ, നിങ്ങളെ വെഡിങ് ആനിവേഴ്സറി അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അന്ന് വെഡിങ് ആനിവേഴ്സറി ആണ്, അപ്പോൾ കേക്ക് മേടിക്കണ്ടേ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കേക്കാണ് മേടിച്ച് നമുക്ക് മുറിക്കാറഞ്ഞു. അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് തിരിച്ച് പെരുന്നാൾ തിരിച്ചു വരുമ്പോൾ വാങ്ങാറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അറിയണത്. പിന്നെ അതേപോലെ തന്നെ ചക്കര വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു കാക്കു ഞാൻ നഫലിൻ്റെ ഒപ്പം കാറിൽ വരെ അറിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഞങ്ങളിപ്പോൾ ഇതിൽ ഞാൻ ഉമ്മ റമി വാപ്പ ഞങ്ങൾ 4 ആളുണ്ട്. അതിൽ ഉമ്മയും സിനുവും നൗഫലും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ സുഖമായിട്ടൊന്നും കൂടി ഇരിക്കല്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സംഭവം ഇതിലവൾ കയറി കഴിഞ്ഞാൽ ഇവിടെ അവളുടെ ഒരു കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ടാണ് ഒക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ അവളിങ്ങനെ വിളിക്കുക, എന്തെങ്കിലും കാര്യത്തിന് ആവശ്യത്തിന് വിളിക്കുക ചെയ്യുമ്പോൾ സംസാരിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് തോന്നും, ഡൗട്ട് അടിച്ചാലും മനസ്സിലാവും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്ത്രപരമായിട്ടാണ് അതിൽ കയറിയത്. ചക്കരൻ്റെ സർപ്രൈസ് 1.5 സർപ്രൈസ് തന്നെയാണ് കേസ്. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ചക്കരനെ ഞെട്ടിക്കരുത്. ഞാൻ എന്ത് ചെയ്തു, ഐഫോൺ വാങ്ങിയിട്ട് ചക്കരന് ഐഫോണാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് കാരണം കൊണ്ട് തിരിച്ച് ഇക്കുറി ഇങ്ങോട്ടൊരു സർപ്രൈസ് തന്നെ. ഏതായാലും മാഷാല്ലാ അടിപൊളിയായി. അപ്പോൾ ഇത് ശരിക്കും അറിയാത്തത് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഞാനും പിന്നൊന്ന് വാപ്പായി. ഉമ്മാക്കൊക്കെ അറിയായിരുന്നു അല്ലേ? എന്റെ അടുത്ത് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങിയപ്പോഴാണ് പറഞ്ഞ അമ്മ കേക്ക് മുറിക്കാനാണ് പോണേന്ന് പറഞ്ഞു. അപ്പോഴ് അപ്പുറത്ത് നെസ്റ്റോയിൽ എന്ന് പറഞ്ഞില്ലേ നമ്മൾ അവിടെ വന്നത്. അതെ. അപ്പോഴ് റമി അവിടെ വന്നപ്പോ റമിക്ക് ഇവിടെ ഒരു കൂട്ടുകാരൻ ഉണ്ട്, അവ അവനെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അത് ശരി. അപ്പോഴിനി അവന്റെ കൂടെ എവ അങ്ങോട്ടാ പോയാലേ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് പിന്നെ ഇവന്റെ എനിക്ക് പറയാതിരിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു ഇജാസ് അറിയില്ലേ, നീയും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, കേക്ക് മുറിക്കാനാണ് പോണേന്ന്. ഈ ഒരു പരിപാടി ഒന്നും ഞാൻ അറിയണ്ട. ഇവിടെ എത്തി ആ ഒരു ഡോറ് തുറന്ന് കേറുമ്പോഴാണ് ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് കാണുന്നത്. ഏതായാലും ഞെട്ടിപ്പോയി. അതാണല്ലോ സർപ്രൈസ് എന്ന് പറയുന്നത്. എന്നാലും മാഷാല്ലാ ഒരുപാട് സന്തോഷമായി. അപ്പൊ ചക്കര അതിലത്തന്നെ ഞങ്ങൾ കുറച്ച് ജ്യൂസോ വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വിചാരിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പോൾ ആദ്യം ഒന്ന് പോയി ജ്യൂസോ വെള്ളം എന്തെങ്കിലും കുടിക്കാന്ന് വിചാരിച്ചിട്ടൊന്ന് പോവാണ്. അപ്പൊ അപ്പുറത്തൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവരതേ അളിയനോ അവരെല്ലാവരും ആ കാറിൽ പോയിട്ടുണ്ട്. ഞങ്ങളെ വണ്ടിയിൽ ഇങ്ങോട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ വഴി പോവാം. അങ്ങനെ സർക്കസ് കാണാനുള്ള ടിക്കറ്റ് ഒക്കെ എടുത്തില്ലേ ഉമ്മ? എത്ര നമ്മളിതിന് മുന്നേ ഞങ്ങൾ സർക്കസ് ഒരു വരിയിലേ കണ്ടിട്ടുള്ളൂ. കുറെ വർഷത്തിന് ശേഷം എപ്പോഴല്ലേ കാണുന്നത്. നമ്മളെ നാട്ടിൽ വന്നപ്പോൾ നമ്മളൊരു സർക്കസ് കണ്ടായിരുന്നു.
ഞാനൊന്ന് 8-9 സർക്കസിൽ ഇപ്പോൾ കൂടാരത്തിൽ പണിൻ്റെ കൈയൊക്കെ ഓടിച്ചത്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളത് മറക്കില്ല സർക്കസ് വന്നത് ഗൈസ്. അപ്പോൾ സർക്കസ് കാണാൻ അത് അന്ന് കണ്ടതേ ഉള്ളായിരുന്നു അല്ലേ? ശരി ശരി ശരി. അപ്പോൾ റമീസ് പെരിന്തൽമണ്ണ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം മീറ്റ് ചെയ്യാൻ പോയി. ഞങ്ങൾ ബാക്കിയുള്ള 7 ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്തു. 150 ടിക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ സർക്കസ് കണ്ടിട്ട് അതായത് കുറേ വർഷങ്ങളായതല്ലേ. അപ്പോൾ ഒന്ന് കയറിയിട്ട് എന്ത് ചെയ്യാം, സർക്കസൊക്കെ ഉണ്ടാക്കും. എൻ്റെ കുഞ്ഞിപ്പെണ്ണ ആദ്യമാണ് കേട്ടോ സർക്കസ് കണ്ട്. ഇവിടെ ജിറാഫ് ഉണ്ടല്ലേ, അതാണ് അനങ്ങണമൊക്കെ. അത് എൻ്റെ കുഞ്ഞിപ്പാത്തും അതാ നോക്കണം ഗൈസ്. ഇവിടെ ജിറാഫ് നിന്ന് കളിക്കുന്നുണ്ട്. അപ്പുറത്ത് മാൻകുട്ടിയുണ്ട്, സീബ്ര കുതിരയുണ്ട്, ആ പുറത്ത് സിംഹമുണ്ട്, കങ്കാരു ഉണ്ട്, ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. കണ്ടോ, അടിപൊളിയല്ലേ? 1951 സ്ഥാപിതമായതാണ് ഈ ഒരു സർക്കസ്. അപ്പോൾ 2 മണിക്കൂർ ഷോ ആണ് കേസ്. അതിന് മുന്നേ ഇവരൊക്കെ ഒന്ന് റെസ്റ്റ് റൂമിൽ പോയി വന്നതാണ്. അപ്പോൾ ഷോ തുടങ്ങാനായി 7 മണിക്ക് ഷോ തുടങ്ങും. ഏത് നെസ്റ്റോയിൽ പോയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അവരൊന്ന് റിഫ്രഷ് ആവാൻ പോയിരിക്കുകയാണേ. ഗൈസ്, അങ്ങനെ നമ്മുടെ ആനിവേഴ്സറി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. സർക്കസ് കണ്ടു, ഭക്ഷണം കഴിച്ചു, എല്ലാം കഴിഞ്ഞു. കണ്ടു ഇല്ലേ? സർക്കസ് കണ്ടില്ലേ നമ്മള്? സർക്കസ് കണ്ടു. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആലേഹ നമ്മളൊപ്പം വണ്ടിയിൽ കയറി. ചക്കരയും അളിയനും സിനുവും പിന്നെ ഉമ്മയൊക്കെ അവരെ കാറിൽ പോയി. അപ്പോൾ നമ്മളതാ വണ്ടിയിൽ നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായില്ലേ? പരിപാടിയൊക്കെ എല്ലാം ഉഷാറായി. നിന്റെ ഫ്രണ്ടിനെ കണ്ടാ നീ പോയിട്ട്? ഓക്കെ, എല്ലാം പ്രതീക്ഷിക്കാത്ത പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാതെ എല്ലാ സർപ്രൈസുകൾ പരിപാടികളൊക്കെ നടന്നു കേസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇൻഷാല്ലാ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ. അസ്സലാമു അലൈക്കും. ബൈ പറയ്. ബൈ പറയ്. ബൈ.